അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും പാടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടുത്തേക്ക് തന്നെയാണ്. അപ്പോൾ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ഇക്കാൻ്റെ കസിൻസ് എല്ലാവരും കൂടെ ഉണ്ടാ പോയിരുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലാഗായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാനും ലാഗായി. അതുകൊണ്ടാട്ടോ പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാലുണ്ടായ ട്രിപ്പായിരുന്നു. അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റായി എല്ലാവരും കയറിയിരുന്നിട്ടാ. ഇക്കയാണ് ഡ്രൈവർ. കുട്ടികളൊക്കെ അതാ അവിടെ ഫ്രണ്ടിലൊക്കെ എല്ലാവരും കൂടെ നിരന്നിട്ട് ഇരുന്നിട്ടുണ്ട്. എവിടെ പോകും എന്ന് പറഞ്ഞ് അവസാനം ഒന്നും പ്ലാനിങ് മാത്രമാണ്. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചപ്പം അമ്മ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോക്ക് ഉണ്ടായതാണ് കേട്ടോ. ട്രിപ്പ് പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ കാലങ്ങളായി. പക്ഷേ ഗ്രൂപ്പിൽ ചർച്ചകൾ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. എന്നാൽ അവർക്ക് ഒരു ട്രിപ്പും പോയിട്ടൊന്നുമില്ല. അങ്ങനെ 1-2 സീറ്റൊക്കെ ബാക്കിയായിരുന്നിട്ട്. അപ്പോൾ പനിയും പിടിച്ചേക്ക് ഇട്ടിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത് മൈസൂർക്ക് പോണൊരു വീഡിയോ ആയിരുന്നു. അതിന് മുന്നൊക്കെ പോയ ഒരു ട്രിപ്പ് ആയിരുന്നിട്ടോ ഇത്. പക്ഷേ അത് എഡിറ്റ് ചെയ്യാൻ ലാഗായതായിരുന്നു. അങ്ങനെ എല്ലാവരും പാടെ സന്തോഷത്തിൽ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ വൈകുന്ന് 1-2 ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. അമ്മായിൻ്റെ മക്കളും ഓരൊക്കെ ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു പോണ വഴിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരും കയറിയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയിൽ ഇതാ നല്ല വൈബടിച്ച് പാട്ടൊക്കെ ഇട്ട് കുട്ടികളൊക്കെ നല്ല ഡാൻസും കളിയൊക്കെയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിൽ കൂടെ ഇവിടെ ഒരാൾ വാളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അയാളെ മുഖമൊക്കെ പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ വീഡിയോ റിവേഴ്സ് കിട്ടപ്പോൾ കേട്ടോ. വീഡിയോ എടുത്തപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാട്ടോ. പിന്നെ ഛർദ്ദിയൊക്കെ കഴിഞ്ഞ ആളിത് അവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ചാൻ വേണ്ടിയിട്ട് പലതും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. ഡെസ്റ്റിനേഷൻ എവിടേക്കാണെന്ന് വെച്ചാൽ തൂവൽ തീരത്തേക്കാണ്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി വണ്ടിയൊക്കെ കാലിയായി ഡോറൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ എവിടേക്ക. അങ്ങനെ എല്ലാവരും പാടെ നടന്നിട്ട് ഇങ്ങനെ പോവാണ്. ഷെസൂന് അവൻ്റെ അപ്പനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. സൺസെറ്റിൻ്റെ ആ ഒരു കറക്റ്റ് സമയത്താട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. ചിത്താണ് വീഡിയോ എടുത്തില്ല. എല്ലാവരും വെള്ളത്തിലിറങ്ങലും കളിയും ചിരിയൊക്കെയാണ് കേട്ടോ. ഷെസുട്ടൻ ഇതാ ഓൻ്റെ പോക്ക് പോകണം. ഓൻ്റെ ദിശയിൽ നമ്മൾ നടക്കണം. നമ്മളെ ദിശയിൽ ഓൻ എന്തായാലും വരില്ല കേട്ടോ. എടുക്കാ നാന്നേ എന്നാൾ പോയപ്പോൾ നാന്നല്ലേനാ അതാണ് പറയുന്നത്. കുട്ടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനോട് നല്ല ക്രൗഡാണ്. നല്ല ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്തൊക്കെ. പിന്നെ വന്നപ്പോൾ കൊണ്ടുവന്ന ബാക്കി മിഠായും ബിസ്ക്കറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കടലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ ഓരിയൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ കേട്ടോ. കുട്ടികളൊക്കെ കിട്ടാനുള്ള ഭയങ്കര ആവശ്യത്തിൽ ഇങ്ങനെ എല്ലാവരും കൂടെ കാത്തു നിൽക്കുകയാണ്. ചെറുട്ടൻ്റെ ഫേസിലൊക്കെ കണ്ടാൽ ഭയങ്കര ചിരി ഇടരുണ്ട്. മിഠായി ഉണ്ട് കേട്ടോ. അത് വേറെയുള്ള ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിലും അവൻ ആ ഭാഗത്ത് തന്നെ കാണൂല. പറ്റൂല കഷ്ണം ഓൾ എനിക്ക് നേരത്തെ പബ്ലിക്കത്തിൻ്റെ ഒരു കഷ്ണം കൊടുത്തു. ഞാൻ ഓൾ വെറുതെ തരുന്ന പൊളിച്ചുമ്പോൾ എനിക്ക് തരണം. അപ്പോൾ ഓൾ എനിക്ക് കൊണ്ടുതന്നാ നിൽക്കണേ. കുട്ടികൾ മുട്ടായിയൊക്കെ തിന്ന് ഒരു ഭയങ്കര ആവശ്യത്തിലാട്ടോ. അവർ പിന്നെ വെള്ളത്തിലൊക്കെ തന്നെ പോയി.
പിന്നെ അതാ എല്ലാവരും ചെരുപ്പും സംഭവങ്ങളൊക്കെ തിരയുന്നുണ്ട്, ചെരുപ്പ് ഇടുന്നുണ്ട്, നമ്മൾ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മൾ ചെന്നൊരു സമയത്ത് ഒരു കുട്ടി ഭയങ്കര കരച്ചിലുണ്ട് കേട്ടോ. അവരുടെ കൂടെ വന്ന ബാക്കിക്കാരൊന്നും കാണാനില്ലാണ്ടായിട്ട് കുട്ടി ഭയങ്കര കരച്ചിലാണ്. നമ്മളവിടെയുള്ള എല്ലാവരും അവിടെയൊക്കെ അന്വേഷിച്ചു, പക്ഷേ ബാക്കിക്കാരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ ഉള്ളവരെടുത്തിട്ട് ബാക്കിയുള്ള എല്ലായിടത്തും കൊണ്ടുപോയി അന്വേഷിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയായി കണ്ടപ്പോൾ തന്നെ നമ്മളെ കൂടെയുള്ള പാരൻസ് പറഞ്ഞു കുട്ടികളെ മര്യാദക്ക് നോക്കിക്കോളി എന്നൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അവിടെ ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ആൾക്കാരൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ടൊന്നും കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും കൂടെ വണ്ടിയുടെ അടുത്ത് ഇങ്ങനെ നടന്നു പോകട്ടെ. അങ്ങനെ വണ്ടീൻ്റെ അടുത്തെത്തി എല്ലാവരും വണ്ടിയിലൊക്കെ കയറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാ നമുക്ക് കോൺ ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോൺ ഐസ്ക്രീം വിതരണങ്ങളൊക്കെ ഉണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോൺ ഐസ്ക്രീമും കഴിച്ച് നമ്മളിങ്ങനെ വണ്ടിയിൽ തിരിച്ചിങ്ങനെ പോരുകയാണ്. പോകുന്ന വഴിയിലൊക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്ലാൻ ചെയ്ത ട്രിപ്പുകളൊന്നും നടക്കാതെ പ്ലാൻ ചെയ്യാതെ ഓർക്കാപ്പുറത്തുണ്ടായ ഒരു ട്രിപ്പ് നമ്മളിത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കോൺ ഐസ്ക്രീമും കടലയും ഒക്കെ കുറച്ചുകൊണ്ടൊക്കെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ തന്നെ വന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് കാണുക. അപ്പോൾ ഓക്കെ, ബൈ.